നമസ്കാരം, നവമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാബ്രിക് പെയിന്റിംഗ് ഫോർ ബിഗിനേഴ്സിന്റെ ട്യൂട്ടോറിയൽ സെഷൻസിൽ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മയിൽപീലി വരയ്ക്കുന്നതാണ്. മയിൽപീലി ഫാബ്രിക് പെയിന്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസൈനാണ്. നമ്മൾ എവിടെ പോയാലും ഫാബ്രിക് പെയിന്റിംഗ് ചെയ്തതോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സെറ്റ് സാരികളോ കുർത്തകളോ ഷർട്ടിലോ ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഡിസൈൻ എന്ന് പറയുന്നത് പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത് മയിൽപീലിയാണ്. മയിൽപീലിയുടെ ഡിസൈൻ വരയ്ക്കാനായിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ പലർക്കും ആ ഒരു ഷേപ്പ് കിട്ടുന്നില്ല, ഷെയ്ഡിങ് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് മയിൽപീലി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ചെറിയ ചെറിയ ഡിസൈൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് 2 ദിവസത്തെ ട്യൂട്ടോറിയൽസിൽ ഞാൻ പൂക്കൾ വരയ്ക്കാനും ആല വരയ്ക്കാനും ഒക്കെ പഠിപ്പിച്ചത്. അത് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു മയിൽപീലി വരയ്ക്കുന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷെയ്ഡിങ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് ബ്രഷ് കൈകൊണ്ട് പിടിച്ചിട്ട് ലൈൻസ് എങ്ങനെ വരയ്ക്കാം എന്നൊക്കെ നമുക്ക് ആ ഒരു കൈക്ക് ആ ഒരു വഴക്കം നമുക്ക് ഇതിലൂടെ കിട്ടും. അത് ചെയ്യാനായിട്ടാണ് ഞാൻ നേരത്തെയുള്ള വീഡിയോസ് ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്തു വരുന്നവർക്ക് മയിൽപീലി ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. എങ്ങനെയാണ് മയിൽപീലി വരയ്ക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് തുടങ്ങാം. ആദ്യം ഫാബ്രിക്കിലേക്ക് മയിൽപീലിയുടെ സെൻറ്റർ ഭാഗത്തെ ഷേപ്പ് ഒന്ന് പെൻസിൽ കൊണ്ട് വളരെ ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. മയിൽപീലിയുടെ ഒരു തണ്ടുമൊക്കെ നമ്മൾ വരച്ചു. ഡിസൈൻ ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഡാർക്ക് ബ്ലൂ എടുത്ത് സെൻറ്റർ ആ ഒരു കളർ നമുക്ക് കിട്ടും. അത് നല്ല രീതിയിലൊന്ന് ഷേപ്പ് നമ്മൾ അതിലേക്കൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അടുത്തത് ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ചെയ്തൊരു കളറ് നമുക്ക് കിട്ടും. ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ചും യെല്ലോ ഷെയ്ഡാണ് നമ്മൾ കിട്ടുന്നത്. അത് ആദ്യം ഫസ്റ്റ് നമ്മൾ വരച്ചു കൊടുത്ത ഷേപ്പിന് ഔട്ടറായിട്ടൊന്ന് നമ്മൾ വരച്ചതിന് ശേഷം ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 2 ദിവസത്തെ ട്യൂട്ടോറിയലിൽ എങ്ങനെയാണോ പുറത്തു നിന്നും പുറമേ നിന്നും 3 ലെയർ ചെയ്യുന്ന പോലെ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് പോകുന്ന അതേപോലെ ഡാർക്ക് ഓറഞ്ച് ഔട്ടർ ചെയ്യും. അടുത്തത് ഡാർക്ക് ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സ് ചെയ്യും. മൂന്നാമത്തത് യെല്ലോ മാത്രമായിട്ട് ഇങ്ങനെ ആ ഒരു ഷെയ്ഡിങ് കൊടുക്കുമ്പോഴേക്കും ആ ഒരു മയിൽപീലിക്കുള്ളിലെ ലൈറ്റിംഗ് എഫക്റ്റ് നമുക്കതിൽ കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ മൂന്നാമത്തെ ലെയറാണ് ചെയ്യുന്നത്. അതിൽ ആ ഒരു യെല്ലോയുടെ ഷെയ്ഡിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ഒരല്പം വെള്ളം ബ്രഷിലൊന്ന് തൊട്ടതിന് ശേഷം ഈ കളേഴ്സ് എല്ലാം കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും മയിൽപീലിക്കുള്ളിലെ ആ ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡിങ് നമുക്കവിടെ പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഗ്രീൻ കൊടുത്തു തുടങ്ങാം. അതിനായിട്ട് ഗ്രീനറി എടുത്തു. അത് കുറച്ച് ഡാർക്ക് ഗ്രീൻ ആണല്ലോ, അതുകൊണ്ടൊരു ഔട്ട്ലൈൻ ആദ്യം വരച്ചു. അതിനുശേഷം പാരറ്റ് ഗ്രീൻ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിനുള്ളിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ 2 കളേഴ്സ് ഒന്ന് മിക്സ് ആവും. അപ്പോൾ ഔട്ടറിൽ ഒരു ഡാർക്ക് ഗ്രീനും വരും, ഉള്ളിലേക്ക് ലൈറ്റ് ഗ്രീനും വന്നു. ഇനി മയിൽപീലിയുടെ ഔട്ടർ ഭാഗത്തെ ഷെയ്ഡിങ് ആണ് കാണിക്കുന്നത്. മയിൽപീലിയുടെ ഒരു ഷേപ്പ് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ കുറച്ച് ഡിസൈൻസൊക്കെ ഒന്ന് നെറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്കതിൽ മയിൽപീലി ചെയ്തിരിക്കുന്ന ഡിസൈൻസും കാണുമ്പോൾ നമുക്ക് ആ ഷേപ്പ് എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചതിന് ശേഷം അതിനുള്ളിൽ മുഴുവൻ പച്ച കൊണ്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്യും. ഇനിയാണ് നമ്മൾ മയിൽപീലിയുടെ പീലികൾ വരച്ച് തുടങ്ങുന്നത്. അതിനായിട്ട് ബോട്ടിൽ ഗ്രീനാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ എടുത്തിട്ട് ആദ്യം മയിൽപീലിയുടെ ഉൾഭാഗത്തെ ഒരു ഷേപ്പിനെ ബോട്ടിൽ ഗ്രീൻ കൊണ്ടൊന്ന് കവർ ചെയ്തൊന്ന് കൊടുക്കും. അതിനുശേഷം നമ്മൾ ലൈൻസ് ഇട്ട് തുടങ്ങണം. അപ്പോൾ ലൈൻസ് ഇടുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇടുന്നത് സെൻറ്റർ, മയിൽപീലിയുടെ ഏറ്റവും മേളിലത്തെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഒരു ലൈൻ ആദ്യം കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ലൈൻസ് ഷേപ്പ് ചെയ്ത് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് പോലെ ഇടത് സൈഡിൽ ഒരെണ്ണം ചെയ്താൽ അത് കഴിഞ്ഞിട്ട് അടുത്ത വലത് സൈഡ് ചെയ്യുക. അങ്ങനെ ഒരേപോലെ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ മയിൽപീലിയുടെ ഒരു നടുക്ക് ഭാഗം കുറച്ച് ബ്രോഡായിട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ നമ്മൾ ബ്രഷ് ഒന്ന് വളച്ച് കൊടുക്കുക. അങ്ങനെ വളച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ പീലി ആ ഒരു ഷേപ്പിൽ വരുന്ന രീതിയിൽ കാണാം. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം അടുത്ത സൈഡ് നമ്മൾ ചെയ്യാം. ബ്രഷ് വളരെ ലൈറ്റായിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ പെയിൻറ്റിൽ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ആ മയിൽപീലിയുടെ നമ്മളൊരു ഔട്ടർ ലൈൻ ആ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ തൊട്ടുകൊണ്ട് ലൈൻസ് നമ്മൾ ഒന്നിൽ നിന്നും ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മേളിലേക്ക് ബ്രഷ് മൂവ് ചെയ്യുമ്പോൾ ആ ബ്രഷ് പതിയെ ഒന്ന് വിട്ടു കൊടുക്കുക. ആ തുണിയിൽ നിന്നൊന്ന് വിടുന്ന സമയത്താണ് എൻഡ് വന്നിട്ട് നമുക്കങ്ങനെ ലൈറ്റായിട്ട് ഇതിലേക്ക് പോകുന്നത്. ഇത് വളരെ അധികം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് മയിൽപീലി കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ.
ആദ്യമൊക്കെ ചെയ്യുമ്പോൾ മയിൽപ്പീലിക്ക് ആ ഒരു ഷേപ്പ് ഒന്നും കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്നവർ ആദ്യം തന്നെ എല്ലാവരെയും മയിൽപ്പീലി വരയ്ക്കാനായിട്ട് പഠിപ്പിക്കും. പക്ഷേ അത് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാവരും ആദ്യം തന്നെ ചെയ്യുമ്പോൾ മയിൽപ്പീലിക്ക് ആ ഒരു ഭംഗി, ഒരു ഫിനിഷിങ്ങോ സ്ട്രക്ചറൊന്നും അതുപോലെ കിട്ടാത്തപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാവും. നമ്മൾ ചെയ്യുന്ന ഷേപ്പ് ആവുന്നില്ല, ശരിയാവുന്നില്ല എന്ന് തോന്നി പലർക്കും മനസ്സിൽ അപ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള നമ്മളെപ്പോഴും വരയ്ക്കുന്ന ലോട്ടസും ആലിലേക്ക് ആദ്യം ഒന്ന് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഷെയ്ഡിങ്ങും ലൈനൊക്കെ ബ്രഷ് കൊണ്ട് എങ്ങനെ പിടിക്കാം എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാവും. ആദ്യം ഈ ആയിട്ടുള്ള ഡിസൈൻസ് പഠിച്ചതിന് ശേഷം മയിൽപ്പീലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മയിൽപ്പീലി വരയ്ക്കാൻ സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞ ഷെയ്ഡിങ്സൊക്കെ നിങ്ങൾ ഇന്നലെ ഉള്ള 2 ദിവസത്തെ ട്യൂട്ടോറിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്ന തരത്തിലുള്ള എല്ലാ ഷെയ്ഡിങ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു ഓവൽ ഷേപ്പ് വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു വട്ടം വരയ്ക്കാനോ ഇതൊക്കെ നമ്മൾ ചെറിയ പ്രായം മുതലേ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അതെല്ലാം ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാനെന്നും ഷെയ്ഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ മയിൽപ്പീലി ചെയ്യുമ്പോൾ അതിൽ പുതിയതായിട്ട് ആകെ ചെയ്യുന്നത് നമ്മൾ മയിൽപ്പീലിയുടെ പീലി വരയ്ക്കുന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ അത് 2-3 മയിൽപ്പീലി നമ്മൾ വരയ്ക്കുമ്പോഴേക്കും ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് കിട്ടുന്നു. ഞാനിപ്പോൾ രണ്ടാമത് വരയ്ക്കുന്നത് മയിൽപ്പീലി പലതരത്തിലുള്ള കളേഴ്സിലും പല ഡിസൈൻസിലും, അതായത് പീലിയുടെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് മയിൽപ്പീലിയുടെ ഷേപ്പ് മാറുന്നതായിട്ട് ഒത്തിരി ഫാബ്രിക്കുകളിൽ പലരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ 2-3 ടൈപ്പാണ് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരുന്നത്. ആദ്യം ഞാൻ ചെയ്തത് പച്ച കളർ കംപ്ലീറ്റ് ആയിട്ട് ബേസ് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഡാർക്ക് ഗ്രീൻ കൊണ്ടുള്ള പീലികൾ വരയ്ക്കുന്നതാണ്. ഇപ്പോൾ ചെയ്യുന്നത് പച്ച കളറിലുള്ള ആ ഒരു ഔട്ടർ ഷെയ്ഡിങ് വളരെ കുറച്ച് ഭാഗം മാത്രം കൊടുത്തു. അതിന് ശേഷമാണ് ബാക്കി കളേഴ്സ് ഇട്ട് ഫില്ല് ചെയ്യുന്നത്. അടുത്തത് ഞാൻ ചെയ്യുന്നത് മയിൽപ്പീലിൻ്റെ ആ ഒരു പച്ച കളർ നമ്മൾ ലൈറ്റ് ഗ്രീൻ നമ്മൾ കൊടുക്കുന്നേ ഇല്ല. ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ലൈൻസ് ഇട്ട് മയിൽപ്പീലി ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബോട്ടിൽ ഗ്രീൻ ചെയ്തു, പിന്നെ ഗ്രീനറി ചെയ്തു, അതിനുശേഷം ലൈറ്റായിട്ട് തത്തപ്പച്ച കൂടെ കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ മയിൽപ്പീലി എങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നമ്മൾ 3 ഡിസൈൻസ് ആണ് ഇന്ന് വരച്ചത്. ആദ്യത്തത് ഇത് മ്യൂറൽ പെയിന്റിങ്ങിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ സെറ്റ് സാരിലൊക്കെ കാണുന്ന മയിൽപ്പീലിയുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ്ങിൽ വന്നിട്ടുള്ള ഒരു മയിൽപ്പീലിയാണ്. കാരണം ഇത് ആ ഒരു പീലി വളരെയധികം പ്രൊജക്ട് ചെയ്ത് കാണിക്കാനായിട്ടുള്ള രീതിയിൽ സെറ്റ് സാരിയിൽ കൂടുതലായിട്ടും വരയ്ക്കുന്നതാണ് ഈ ഒരു മയിൽപ്പീലി. പിന്നെ ഇതൊക്കെ ഷർട്ടുകളിൽ, ജെൻസിന്റെ ഷർട്ടുകളിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിങ്സിലുള്ള മയിൽപ്പീലിയുടെ ഷെയ്ഡിങ്. അതുപോലെ തന്നെ ഈ കളറുള്ള ഷർട്ടുകൾ, കളറുള്ള ഫാബ്രിക്സിലൊക്കെ നമ്മൾ ഈ രീതിയിലുള്ള മയിൽപ്പീലി ചെയ്യുന്നു. ഇതിൽ ഗോൾഡ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഡിസൈൻ കിട്ടുന്നതാണ്. ഇതും അതുപോലെ തന്നെ നമ്മൾ സാരിയുടെ മുന്താണിയിലും കുർത്തയുടെയൊക്കെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, താഴെ വരുന്ന ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഈ ടൈപ്പിലുള്ള പീലികളാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഡിസൈൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് ഈ ഞാൻ വരച്ചിരിക്കുന്ന ഒരു രീതിയും കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇതൊന്ന് ഷെയ്ഡിങ്ങും മറ്റുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മയിൽപ്പീലി വരയ്ക്കാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. കലയെ ഇഷ്ടപ്പെടുന്ന, ഫാബ്രിക് പെയിന്റിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരിലേക്ക് നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർക്കിത് വളരെയധികം ഉപകാരപ്പെടും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിലെ വീഡിയോസ് എല്ലാവരും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.